ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണോ നമ്മൾ കാണേണ്ടി വരിക എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് ദുരന്ത വാർത്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തൃശ്ശൂർ മുണ്ടത്തിക്കോട് നടന്ന അപകടം, ശരീരഭാഗങ്ങളൊക്കെ ചെതറിക്കിടക്കുകയെന്നാണ് പറഞ്ഞു കേട്ടത്. വല്ലാത്തൊരു സങ്കടം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം, ഈ ഒരാഴ്ചയിൽ നടന്ന ദുരന്തങ്ങളൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ആദ്യം നടന്നത് വാൾപ്പാറ ദുരന്തം, ഒരു ടെമ്പോ ട്രാവൽ താഴ്ചയിലേക്ക് വീണിട്ട് ഇന്നൊരാളടക്കം 10 ആൾ മരിച്ചിരിക്കണം. സെയിം ഒരു അപകടം ദുരന്തം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നടന്നത്, ഒരു ബസ് താഴ്ചയിലേക്ക് വീണിട്ട് പുതിയ കണക്ക് പ്രകാരം 21 പേര് മരിച്ചിരിക്കണം. ഇപ്പോൾ ഇന്നലെ തൃശ്ശൂർ നടന്ന സ്ഫോടനം, ഇതിന് സമാനമായിട്ടുള്ള ഒരു ദുരന്തം കഴിഞ്ഞ ഞായറാഴ്ച തമിഴ്നാട് വിരുദുനഗർ എന്നൊരു സ്ഥലത്ത്, അതായത് വനജ ഫയർ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇതേപോലെ തന്നെ ഒരു വെടിക്കെട്ട് ശാലയിൽ സ്ഫോടനം നടന്നിട്ട് 25 പേരാണ് വെന്ത് മരിച്ചത്. ഇത് എവിടേക്കാണ് ഈ പോകുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ? എന്താണ് ഈ 2026 പറ്റിയത്? ഈ 2026 ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഒരുപാട് പ്രവചനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ പ്രവചിച്ചിട്ടുണ്ട്. പണ്ട് നോസ്ട്രാഡമസ് പ്രവചിച്ച ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കേട്ടാലേ അറിയാം. അതിൽ ഒരുപാട് പ്രവചനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കാം, ഇതൊന്നും പ്രകൃതി ദുരന്തങ്ങളല്ല, ഇത് മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ടും സുരക്ഷാ വീഴ്ച കൊണ്ടും സംഭവിച്ച അപകടങ്ങളാണ്. ഇതൊക്കെ ഞമ്മക്കന്നെ നിർത്തിക്കൂടെ, ഒഴിവാക്കിക്കൂടെ? ഞാൻ പറഞ്ഞു വരുന്നത്, പൂരായാലും പള്ളിപ്പെരുന്നാളായാലും നേർച്ച ആയാലും അവിടെ അപകടം വിതയ്ക്കുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് വെടിക്കെട്ടും, രണ്ടാമത് ആനയും. ഇതിന് രണ്ടിനും നമുക്ക് തന്നെ ഒഴിവാക്കിക്കൂടെ, നിർത്തിക്കൂടെ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിക്കൂടെ? എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾ, ഈ ദുരന്തങ്ങൾ കാണേണ്ടി വരില്ലല്ലോ. അതിനെങ്ങനെ നിർത്തുക? പാരമ്പര്യമായിട്ടുള്ള ഓരോരോ ആചാരങ്ങളല്ലേ, അത് നിർത്താൻ സാധ്യത വളരെ കുറവാണ്. അത് നിർത്താത്തോളത്തോളം കാലം ഈ അപകടങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ കാണേണ്ടിയിരിക്കും. ഏതായാലും നല്ലത് ചിന്തിക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ.